പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ റീജിയൻസിനെ വിളിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് നമുക്കിടയിലുള്ള കൊച്ചുകുട്ടികളാണ് കേട്ടോ നറുക്കെടുക്കുന്നത്. നറുക്കെടുക്കുന്നതിന് മുമ്പ് ഞാൻ ഈ സമ്മാനങ്ങളൊന്ന് പറയാം. മൂന്നാം സമ്മാനം 10 മൂന്നാം സമ്മാനങ്ങളുണ്ട് കേട്ടോ. 1500 രൂപ വില മതിക്കുന്ന ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ്. 10 സമ്മാനങ്ങൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആണ് 1500 രൂപ വില മതിക്കുന്ന. സെക്കൻഡ് പ്രൈസ് 5 സെക്കൻഡ് പ്രൈസസ് ഉണ്ട്. ബ്ലൂടൂത്ത് സ്പീക്കർ വർത്ത് റുപ്പീസ് 2500, 2500 രൂപ വില മതിക്കുന്ന ബ്ലൂടൂത്ത് സ്പീക്കേഴ്സ് ആണ് രണ്ടാം സമ്മാനമായി കൊടുക്കുന്നത്. ഒന്നാം സമ്മാനമായി കൊടുക്കുന്നത് 32 ഇഞ്ച് സ്മാർട്ട് ടി വി ആണ്. 15000 രൂപ വിലയുള്ള സ്മാർട്ട് ടി വി ആണ്. ഇതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ ഗിഫ്റ്റുകളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ പ്രാക്ടിക്കലി നമുക്കിപ്പോൾ ഈ കൂപ്പൺ നമ്പർ വെച്ച് ഇവിടെ നിന്ന് ആ ആളെ വിളിച്ച് ഇവിടെ ആ സമ്മാനം കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ക്രൗഡ് കണ്ടില്ലേ? ഇന്നിപ്പോൾ 3000 പേരാണ് ഇവിടെ. ഈ ക്രൗഡ് 1600ഓളം പേര് ഈ വേദിയിൽ എനിക്ക് തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. അപ്പോൾ എനിക്കത് ഇമ്പോസിബിൾ ആയത് കാരണം ഞാൻ റീജിയണൽ സെക്രട്ടറീസിനെ വിളിച്ച് ആ ഗിഫ്റ്റ് കൊടുത്തു വിടും. നമ്പേഴ്സ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത് പോകും. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ട്രിവാൻഡ്രം റീജിയന്റെ റീജിയണൽ സെക്രട്ടറി വരികയാണ്. അപ്പോൾ നല്ലൊരു കയ്യടിയോടുകൂടി അദ്ദേഹത്തെ വെൽക്കം ചെയ്യാം കേട്ടോ. യെസ്, നിങ്ങൾക്ക് ഇതിലേക്ക് ഡംപ് ചെയ്യാം. നിങ്ങൾ വിറ്റ കൂപ്പന്റെ നമ്പേഴ്സ് എല്ലാം ഇതിലേക്ക് ഡംപ് ചെയ്യാം. ഓക്കെ. രണ്ടാമത് കൊല്ലം റീജിയൻ ആണ് കേട്ടോ. കൊല്ലത്തിന്റെ റീജിയണൽ സെക്രട്ടറിയെ ജെറി ദയവായി സ്റ്റേജിലേക്ക് വരിക. കൊല്ലം സെയിൽ ചെയ്തിരിക്കുന്ന കൂപ്പൺസിന്റെ എല്ലാം നമ്പേഴ്സ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത് ഈ ബോക്സിലേക്ക് ഇടുകയാണ്. അടുത്തത് കോട്ടയം റീജിയന്റെ റീജിയണൽ സെക്രട്ടറി അവർ സെയിൽ ചെയ്തിരിക്കുന്ന എല്ലാ കൂപ്പൺസിന്റെയും നമ്പർ നന്നായിട്ട് പ്രാർത്ഥിച്ച് തുഷാർ നമ്പർ ഇട്ടിട്ടുണ്ട്. ഒരു നമ്പർ പോകും. ഇത്ര ഓക്കെ. അടുത്തത് എറണാകുളം റീജിയൻ ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ കൂപ്പൺ സെയിൽ നടത്തിയത് എറണാകുളം റീജിയൻ ആണ്. അപ്പോൾ വലിയൊരു ചാക്കുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ എറണാകുളം റീജിയന്റെ കൂപ്പൺ ബിനീഷ് ഇതിലിട്ടിട്ടുണ്ട്. അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂര് സെയിൽ ചെയ്തിരിക്കുന്ന കൂപ്പണിന്റെ നമ്പറുമായി ദീപക് പുറത്ത് വരുന്നുണ്ട്. യെസ്, തൃശ്ശൂർ ടസ്കേഴ്സിന്റെ പേരിൽ അദ്ദേഹം ഈ കൂപ്പൺ ഇതിൽ നിക്ഷേപിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും ആരുമില്ല ഒന്ന് കൈയടിക്കാൻ. അടുത്തത് കോഴിക്കോടിന്റെ വൈസ് പ്രസിഡന്റാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അനൂപ് നാരായൺ. അവര് സെയിൽ ചെയ്തിരിക്കുന്ന കൂപ്പണിന്റെ നമ്പേഴ്സ് എല്ലാം ഇതിൽ നിക്ഷേപിക്കുകയാണ്. അപ്പൊ ഇനി ഈ പ്രോസസ്സ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി മറിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം മോൻ ആദ്യം നമ്മൾ മൂന്നാം സമ്മാനം 10 മൂന്നാം സമ്മാനങ്ങൾ എടുക്കുകയാണ്. ഒരു നമ്പർ ഇതിനകത്ത് നന്നായിട്ട് ഇളക്കി എടുത്തോ. അപ്പൊ ആദ്യത്തെ മൂന്നാം സമ്മാനം കിട്ടിയ നമ്പർ വായിക്കാൻ പോവാണ് കേട്ടോ. ആദ്യത്തെ മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്ന റീജിയൻ, അത് പ്രോബബിലിറ്റി അനുസരിച്ച് ഏത് റീജിയൻ ആയിരിക്കും? ബാങ്ക് ജീവനക്കാർക്ക് ഉത്തരവുണ്ടോ? എറണാകുളം ആണ്. ഇപ്പൊ ചില കൂപ്പൺസിൽ നമുക്ക് പേരും കൂടെ ഉണ്ട് കേട്ടോ. കാരണം ചില കൂപ്പൺസിൽ നമുക്ക് പേരും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ കുട്ടികൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു കൂപ്പണിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ മാത്രമേ പറയൂ. അതല്ല എന്നുണ്ടെങ്കിൽ പേര് കൂടി ഞാൻ പറയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കണം, പേരില്ലാത്ത കൂപ്പണിൽ പേര് ചോദിക്കില്ല എന്ന് സമ്മതിച്ചാൽ, എൻ്റെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന കൂപ്പണിൽ പേരുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ അറിയാം നിങ്ങൾക്ക് മൂന്നാം സമ്മാനം കിട്ടിയത് ആർക്കാണെന്ന്. പറയട്ടെ. എറണാകുളം കുമാരപുരം ബിനിമോൾ ബി പി. എറണാകുളം കുമാരപുരത്തുള്ള ബിനിമോൾ ബി പിക്കാണ് മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. നമ്പർ 1002684. ഇതുവരെ ശരിയല്ലേ? അടുത്തതൊരെണ്ണം എടുത്തു. നിങ്ങൾക്ക് റീജിയണൽ സെക്രട്ടറിയുടെ അടുത്ത് ആ നമ്പർ ആ പ്രൈസ് വാങ്ങിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് വലിയ പ്രശ്നമാണ്. രണ്ടാമത്തെ സമ്മാനം, മൂന്നാം സമ്മാനത്തിലെ രണ്ടാം നമ്പറാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. 1002549 1002549.
വീണ്ടും ചോദ്യം നിങ്ങളോടാണ്. പ്രോബബിലിറ്റി അനുസരിച്ച് ഇത് ഏത് റീജിയൻ ആയിരിക്കും? കേട്ടില്ല. എറണാകുളം. എറണാകുളം സർവീസ് ബ്രാഞ്ചിലെ യാസ്മിൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടോ. ഈ പ്രോബബിലിറ്റി കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി റീജൻസ് കല്ലും മണലും ഒക്കെ വരും. ഇപ്പോൾ മൂന്നാം സമ്മാനം കിട്ടിയ അടുത്ത വ്യക്തി വലിയ പ്രശ്നമില്ല, എറണാകുളത്ത് നിന്നല്ല. 10030661 ചങ്ങനാശ്ശേരി കീർത്തി. കോട്ടയം റീജിയനിലെ ചങ്ങനാശ്ശേരിയിലെ കീർത്തി കിട്ടിയിരിക്കുന്ന 100, 30, 61 നമ്പർ. ആരും ബഹളം വെക്കരുത്. വീണ്ടും എറണാകുളമാണ്. 100397 എറണാകുളം ആറോയിലെ അർജുൻ. അർജുനാണ് കിട്ടിയിരിക്കുന്നത്. അതെ, നമുക്ക് ആശ്വസിക്കാൻ വകയുണ്ട്. 10030625 ശിവൻ കെ എ പന്തളം കൊല്ലം. ശിവൻ കെ എ പന്തളം കൊല്ലം 100, 36, 25. അടുത്തത് 100423 ശശികല കെ സർവീസ് ബ്രാഞ്ച് കോഴിക്കോട്. ശശികല കെ സർവീസ് ബ്രാഞ്ച് കോഴിക്കോട്. 6 കഴിഞ്ഞു. ഏഴാമത്തെ പറയാൻ പോകട്ടോ. പിന്നെയും എറണാകുളം. 100208 കറൻസി ചെസ്റ്റ് പെരുമ്പാവൂരിൽ നിന്നുള്ള രഞ്ജിത്ത് എം ഡി. രഞ്ജിത്ത് എം ഡിക്കാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തെടുത്തോ. 8ാമത്തെ പ്രൈസ്. ഇനി ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് ഇത് മുഴുവൻ ഒന്നുകൂടെ ഇളക്കി മറിച്ചിട്ടേ എടുക്കുന്നുള്ളൂ. ഈ ഒരു തവണത്തേക്ക് കൂടെ ക്ഷമിക്കുക. എറണാകുളം എലന്നി ആകാശ് സിംഗ്. നമ്മുടെ മലയാളിയല്ല കേട്ടോ, കേരളത്തിന് പുറത്തുനിന്ന് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്ന ആകാശ് സിംഗ്. എറണാകുളം എലന്നിയിലെ 10022360. നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇതെല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒൻപതാമത്തെ സമ്മാനം മോൾ എടുത്ത് വന്നിരിക്കുകയാണ്. ഇത് എറണാകുളം എന്തോ കൂടുതലൊക്കെ ചെയ്തതിനകത്ത് കൊണ്ടിട്ടേക്കാണെന്ന് തോന്നുന്നു കേട്ടോ. 10022307 എറണാകുളം ഊരമനയിലെ അജി ജോർജ്. എറണാകുളം ജില്ലയിലുള്ള പ്രസിഡന്റും ചെയർപേഴ്സണും കൂടെ കലക്കുന്നത് കൊണ്ടാണ് നന്നായിട്ട് കലങ്ങാത്തതെന്നാണ്. അടുത്തത് കോഴിക്കോട് കലക്കാൻ വന്നിട്ടുണ്ട്. കോഴിക്കോടും തൃശ്ശൂർ കോട്ടയവും കൂടെയാണ് കേട്ടോ ഇപ്പൊ മിക്സിംഗ്. ഇനിയിപ്പോ തേർഡ് പ്രൈസിലെ ലാസ്റ്റ് സമ്മാനമാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. താഴെ പോയി. അപ്പൊ എല്ലാവരും പോക്കും. ഇപ്പൊ ഒന്നും പറയാനൊന്നുമില്ല. 100209 എറണാകുളം പെരുമ്പാവൂരിൽ നിന്നുള്ള ശൈലേഷ് എസ്. എറണാകുളം പെരുമ്പാവൂരിൽ നിന്നുള്ള ശൈലേഷ് എസിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇത് മനസ്സിലായില്ല, ഇതിനകത്ത് എന്തോ മായമോ മന്ത്രമോ ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. മൂന്നാം സമ്മാനങ്ങൾ കിട്ടിയിരിക്കുകയാണ്. ഇനി 5 രണ്ടാം സമ്മാനങ്ങളുണ്ട്. 2500 രൂപയുടെ ബ്ലൂടൂത്ത് സ്പീക്കർ ആണ് സമ്മാനമായി കൊടുക്കുന്നത്. അപ്പോൾ ആ 5 സമ്മാനങ്ങൾ ഇനി ഏതൊക്കെ റീജിയന് പോകുമെന്ന് നമുക്ക് നോക്കാം. ആ 5 സമ്മാനങ്ങൾ ഏതൊക്കെ റീജിയനാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇനി കളിക്ക് ഞാനില്ല, എറണാകുളത്തിനാണ് വീണ്ടും പോയിരിക്കുന്നത്. എറണാകുളം RLP പെരുമ്പാവൂർ ഫെമിത. എറണാകുളം RLPയിലെ ഫെമിത 10022304. അപ്പം രണ്ടാം സമ്മാനമായ ബ്ലൂടൂത്ത് സ്പീക്കർ ഇട്ടിരിക്കുന്ന ഒരാൾ അദ്ദേഹമാണ് കേട്ടോ.
1002088 എറണാകുളം കൂവപ്പടിയിലെ അനീറ്റ സബീന. എറണാകുളം കൂവപ്പടിയിലെ അനീറ്റ സബീനയാണ് ലോട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സമ്മാനം. അടുത്തത് മൂന്നാമത്തെ സമ്മാനം. ഒരാശ്വാസ വാർത്തയുണ്ട്. ഒരാശ്വാസ വാർത്ത കിട്ടിയിട്ടുണ്ട്. 1003871 രണ്ടാം സമ്മാനത്തിലെ മൂന്നാമത്തെ ലോട്ട് കിട്ടിയിരിക്കുന്നത് 1003871 ഗ്രീഷ്മ SG വട്ടപ്പാറ ട്രിവാൻഡ്രം. ഗ്രീഷ്മ SG വട്ടപ്പാറ ട്രിവാൻഡ്രം. വീണ്ടും എറണാകുളത്തിന് സമ്മാനം വന്നിരിക്കുകയാണ്. 1002533 എറണാകുളം RLPയിലെ രാഹുലിനാണ് ഇത്തവണ ലോട്ട് വേണ്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് രണ്ടാം സമ്മാനത്തിലെ ഏറ്റവും അവസാനത്തെ ലോട്ടാണ് എടുക്കാൻ പോകുന്നത്. അനീഷ് സി ആറോ കൊല്ലം. അനീഷ് സി ആറോ കൊല്ലം. അപ്പൊ രണ്ടാം സമ്മാനം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതാണ് മെഗാ ബമ്പർ സമ്മാനം. വലിയൊരു TV ആണ്. അപ്പൊ TVയിൽ എടുക്കാൻ പോകുന്ന ആള് വളരെ നന്നായിട്ട് ഇതിനടിയിൽ നിന്ന് നല്ലൊരു ലോട്ട് എടുത്ത് തരിക. നമ്മുടെ തൃശ്ശൂര് ഗുരുവായൂരുള്ള ശരവണ ഭവൻ സ്പോൺസർ ചെയ്യുന്ന TV ആണ് കേട്ടോ. അപ്പൊ ഈ TV കിട്ടിയിരിക്കുന്നത് ഏത് റീജിയൻ ആയിരിക്കും? പ്രോബബിലിറ്റി അനുസരിച്ച് ഏത് റീജിയൻ ആയിരിക്കും? പക്ഷെ ഇവിടെ നമുക്കെല്ലാം തെറ്റിയിരിക്കുകയാണ്. എറണാകുളം അല്ല. 1004064 സുബീഷ് രാജൻ. സുബീഷ് രാജൻ കരമന ട്രിവാൻഡ്രം. സുബീഷ് രാജൻ കരമന ട്രിവാൻഡ്രത്തിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. 1004064. അപ്പോ ടിവിയുമായി ആഹ്ലാദഭരിതനായ റീജിയണൽ സെക്രട്ടറി തിരിച്ചു പോവുകയാണ്.